നമസ്കാരം. നമുക്കറിയാം, ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഒക്കെ നമ്മുടെ രാജ്യം പണ്ട് മുതലേ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാറുണ്ടെന്ന്. എന്നാൽ പുരോഗതി കൈവരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യം ഇപ്പോൾ സ്വയം പര്യാപ്തത നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയാണ് ചൈനയുടെ സോളാർ വേണ്ടെന്ന് വെച്ചതും പുതിയ സോളാർ ആരംഭിക്കാൻ കോടികൾ മുടക്കുന്നതും. ഭാവിയിൽ ഇന്ത്യയെ പുനരുപയോഗ ഊർജ്ജ രംഗത്തെ ആഗോള ശക്തിയാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് മോദി സർക്കാർ ഉറ്റുനോക്കുന്നത്. സൗരോർജ്ജ ഉൽപ്പാദനം ശക്തിപ്പെടുത്തുന്നതിനായി 8,500 കോടി രൂപയുടെ മൂലധന സബ്സിഡി പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സൗരോർജ്ജ ഉൽപ്പാദന ഉപകരണങ്ങളുടെ നിർമ്മാണം ശക്തിപ്പെടുത്തി സൗരോർജ്ജ വ്യവസായ മേഖലയുടെ പുരോഗതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സർക്കാർ പദ്ധതി. നിലവിൽ സൗരോർജ്ജ ഉപകരണങ്ങളുടെ ഇറക്കുമതിക്കായി ചൈനയെ വൻതോതിൽ ആശ്രയിക്കുന്നുണ്ട് ഇന്ത്യ. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് തന്നെ അപകടമാണ് എന്നതിനാലാണ് പദ്ധതിക്ക് കേന്ദ്രം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതോടൊപ്പം മൊഡ്യൂളുകളും ബാറ്ററിയും ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും വേഫറുകളുടെയും ഇൻഗോട്ടുകളുടെയും നിർമ്മാണം ഇപ്പോഴും വെറും 2 ജിഗാവാട്ട് ശേഷിയിൽ തന്നെയാണ്. ഇൻഗോട്ട് എന്നത് വേഫറുകളായി മുറിച്ചെടുക്കുന്ന ശുദ്ധമായ സിലിക്കൺ ക്രിസ്റ്റലാണ്. മൈക്രോചിപ്പുകൾ, സോളാർ സെല്ലുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അർദ്ധചാലക വസ്തുക്കളുടെ നേർത്ത കഷ്ണങ്ങളാണ് ഈ വേഫറുകൾ. എന്നാൽ സോളാർ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിയും ഗുണനിലവാര നിയന്ത്രണങ്ങളും കാരണം വേഫറുകളും ഇൻഗോട്ടുകളും നിർമ്മിക്കുന്നതിന് ഉയർന്ന ചെലവുണ്ട്. സർക്കാർ നടപ്പാക്കാൻ പോകുന്ന സബ്സിഡി ഇത് ലഘൂകരിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ ഫോൺ നിർമ്മാണ വ്യവസായ രംഗത്ത് ഇന്ത്യ കൈവരിച്ച വിജയം ആവർത്തിക്കാൻ സർക്കാരിന്റെ സബ്സിഡി പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിൽ നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ്, സാംസങ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികളെ ആകർഷിക്കാൻ സർക്കാർ ഇളവുകൾ നൽകിയിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ നിന്നുള്ള ആപ്പിളിന്റെ ഐഫോൺ കയറ്റുമതി കുത്തനെ വളർന്നു. ഇതേ തന്ത്രമാണ് സോളാർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വേഫർ, ഇൻഗോട്ട് എന്നിവയുടെ നിർമ്മാണശേഷി വികസിപ്പിക്കുകയാണെങ്കിൽ പോലും അവ നിർമ്മാണ അസംസ്കൃത വസ്തുവായ പോളിസിലിക്കണിന് വിദേശ വിതരണക്കാരെ ആശ്രയിക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ നിർമ്മാണ വ്യവസായ രംഗത്ത് ഇന്ത്യ കൈവരിച്ച വിജയം ആവർത്തിക്കാൻ സർക്കാരിന്റെ സബ്സിഡി പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.